ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മെൻറ്റർ ലേണിംഗ്. നമ്മൾ ഇന്ന് +1 ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക. ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്കറിയാം, ധാരാളം ഡെറിവേഷൻസ് ഉള്ള ചാപ്റ്ററാണ്. ഡെറിവേഷൻസിന് ഇമ്പോർട്ടൻസ് കൂടിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാ ഡെറിവേഷനുകളും വൃത്തിയായി പഠിക്കണം. അതോടൊപ്പം ഡിറൈവ് ചെയ്ത് കിട്ടുന്ന എക്സ്പ്രഷൻസ് വെച്ചുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും എക്സാമിന് സ്ഥിരമായി വരാറുണ്ട്. ഗ്രാവിറ്റേഷണൽ ലോ, അതേപോലെ കെപ്ലേഴ്സ് ലോ തുടങ്ങിയ നിയമങ്ങളും ഈ ചാപ്റ്ററിനകത്തുണ്ട്. വൃത്തിക്ക് പഠിക്കുക. ഏതായാലും കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയിട്ട് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 objects with a mass of 40 kilogram each are placed in a straight line 50 centimeter apart. 3 ഒബ്ജക്ട്സ്, ഓരോരുത്തരുടെയും മാസ് 40 കിലോഗ്രാം. അത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ 50 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കുക, 3 ബോഡികൾ, 3 ആളുടെയും മാസ് 40 കിലോഗ്രാം ആണ്. ഓരോരുത്തർക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 50 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഓരോരുത്തരും ഇരിക്കുന്നത്. എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദി നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അറ്റ് ദി സെൻറ്റർ ഒബ്ജക്ട് ഡ്യൂ ടു ദി അതർ ടു? ഈ സെൻറ്ററിലുള്ള ഒബ്ജക്റ്റിന്മേൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്ര? നിങ്ങൾക്കറിയാം, ഈ സെൻറ്ററിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ ബാക്കി 2 ഒബ്ജക്ട്സും അട്രാക്ട് ചെയ്യില്ലേ? ഈ ഒബ്ജക്റ്റ് ഇവനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഈ ഒബ്ജക്റ്റ് ഇവനെ ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യും. ഈ അട്രാക്ട് ചെയ്യുന്ന 2 ഫോഴ്സുകളുടെയും ഫോർമുല എന്താണ്? ഗ്രാവിറ്റേഷണൽ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ ഇക്വേഷൻ ക്യാപിറ്റൽ G, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ r². ഓക്കെ, G ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, m1 m2 മാസസ്, എല്ലാവരുടെയും മാസ് 40 കിലോഗ്രാം ആണ്. അപ്പോൾ m1 40 m2 40. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 50 ആണ്, ഇവർക്കിടക്കുള്ള ഡിസ്റ്റൻസും 50. അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ ഇങ്ങോട്ടുള്ള ഫോഴ്സ് ഞാൻ F1 എന്ന് എഴുതാം, ഇങ്ങോട്ടുള്ള ഫോഴ്സ് F2 എന്ന് എഴുതാം. ഇതാണ് ഫോഴ്സിന്റെ ഫോർമുല. നമുക്കറിയാം m1 m2 ഈക്വൽ ആണ്, ഡിസ്റ്റൻസും ഈക്വൽ ആണ്. അപ്പോൾ ഈ 2 ഫോഴ്സും ഈക്വൽ ആണ്. 2 ഫോഴ്സും ഈക്വലുമാണ്, ഓപ്പോസിറ്റുമാണ്. അങ്ങനെ വരുമ്പോൾ നെറ്റ് ഫോഴ്സ് എന്തായി? 0. സോ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സെന്റർ ഒബ്ജക്ട് ഡ്യൂ ടു ദി അതർ 2 വിൽ ബി 0. ഓക്കെ, ആൻസർ കൊടുത്തിട്ടുണ്ട് 0. ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇമാജിൻ എ പോയിന്റ് മാസ് m maintained at the center of a shell of uniform density having mass m. ഒരു പോയിന്റ് മാസ് എന്ന് പറഞ്ഞാൽ വളരെ സൈസ് കുറഞ്ഞ, സൈസ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിന്റെ മാസ് സ്മോൾ ലെറ്റർ m ആണ്. അത് ഒരു ഹോളോസ്ഫിയർ, ഒരു ഷെല്ലിന്റെ സെന്ററിൽ ഇരിക്കുകയാണ്. ആ ഹോളോസ്ഫിയർ അല്ലെങ്കിൽ ആ ഷെല്ലിന്റെ മാസ് ക്യാപിറ്റൽ M ആണ്. If the radius of the shell is r, what will be the gravitational force exerted by the shell on the point mass? Explain. അതായത് ഇതൊരു ഷെല്ലാണെന്ന് കരുതുക, ഒരു സ്ഫെറിക്കൽ ഷെൽ, ഹോളോസ്ഫിയർ. ഈ ഹോളോസ്ഫിയറിന്റെ മാസ് ക്യാപിറ്റൽ M ആണ്. ഇതിന് യൂണിഫോം ഡെൻസിറ്റി ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അതിനർത്ഥം എല്ലാ ഭാഗവും മാസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരുപോലെയാണെന്ന് അർത്ഥം. ഈ ഹോളോസ്ഫിയറിന്റെ സെന്ററിലായി ഒരു പോയിന്റ് മാസ്, അയാളുടെ മാസ് സ്മോൾ ലെറ്റർ M. അങ്ങനെയെങ്കിൽ ഈ ഹോളോസ്ഫിയർ അല്ലെങ്കിൽ ഈ സ്ഫെറിക്കൽ ഷെല്ലും ഈ പോയിന്റ് മാസും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ അട്രാക്റ്റീവ് ഫോഴ്സ് എത്ര? നിങ്ങൾക്കറിയാം, ഞാൻ ഈ സ്ഫെറിക്കൽ ഷെല്ലിനെ ഒരുപാട് പോയിന്റ് മാസുകളായി ഡിവൈഡ് ചെയ്യുന്നു എന്ന് കരുതുക. കുറേ പോയിന്റ് മാസുകൾ, അതെല്ലാം ചേർന്നതാണ് ഈ സ്ഫെറിക്കൽ ഷെൽ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ സെന്ററിലുള്ള പോയിന്റ് മാസിനെ ഇപ്പുറത്തുള്ള ഈ ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു പോയിന്റ് മാസ് അങ്ങോട്ട് അട്രാക്ട് ചെയ്യില്ലേ? അപ്പോൾ ഈക്വൽ ഓപ്പോസിറ്റായി ഒരു ഫോഴ്സ് തിരിച്ച് ഇങ്ങോട്ടും ഉണ്ടാവൂലേ, ഇവിടുത്തെ പാർട്ടിക്കിൾ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ്. അതേപോലെ മേലോട്ട് ഇവിടെയുള്ള ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു പോയിന്റ് മാസ് ഈ സെന്ററിലുള്ളവനെ മേലോട്ട് അട്രാക്ട് ചെയ്യുമ്പോൾ താഴോട്ടും ഇതേപോലെ അട്രാക്ഷൻ ഉണ്ടാവും. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ഓപ്പോസിറ്റായി ഈ സെന്ററിലുള്ള പോയിന്റ് മാസിന് അട്രാക്ഷൻ അനുഭവപ്പെടുമ്പോൾ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി പോയിന്റ് മാസ് സിറ്റുവേറ്റഡ് അറ്റ് ദി സെന്റർ വിൽ ബി 0. ഓക്കെ, ആൻസർ കൊടുത്തിട്ടുണ്ട്. ദ ഫോഴ്സ് ഈസ് ഈക്വലി എക്സ്പീരിയൻസ്ഡ് എന്നാണ് വിശദീകരണം കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. കെപ്ലേഴ്സ് ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, എല്ലാത്തിൻ്റെയും സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. ഫസ്റ്റ് ലോ നമുക്കറിയാം. ഫസ്റ്റ് ലോ ഈസ് കോൾഡ് ലോ ഓഫ് ഓർബിറ്റ്. all planets are revolving around the sun in an elliptical path with the sun situated at one of the foci. Second law, law of area. Area covered by the line joining sun and planet sweeps out equal area. Sorry, line joining sun and planet sweeps out equal areas in equal time interval. Third law, law of period. Square of time period of revolution of planet is directly proportional to cube of the semi-major of axis of the elliptical path. Statement പഠിച്ചു വെക്കുക.
സ്റ്റേറ്റ്മെന്റ് എല്ലാം വൃത്തിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് നോക്കി പഠിക്കാം. അതല്ലെങ്കിൽ നമ്മൾ സിമ്പിളായി ആ ആശയം വ്യക്തമാകുന്ന രീതിയിൽ നമ്മുടേതായ സെന്റൻസ് വെച്ച് എഴുതുകയും ചെയ്യും. 3 ലോകളും എഴുതണം. 3 ലോകളുടെയും സ്റ്റേറ്റ്മെന്റ് എഴുതാനായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കെപ്ലർ ഫോർമുലേറ്റഡ് 3 laws of planetary motion. സ്റ്റേറ്റ് കെപ്ലേഴ്സ് ലോ ഓഫ് പീരീഡ്സ്. നേരത്തെ പറഞ്ഞു സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് പ്ലാനറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദി സെമി മേജർ ഓഫ് ആക്സിസ് ഓഫ് ദി എലിപ്റ്റിക്കൽ പാത്ത് എന്നതാണ്. അതിന് നമുക്ക് ടി സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് എന്ന് എഴുതാം. എ എന്നത് സെമി മേജർ ആക്സിസ് ആണ്. ഇത് വെച്ചുകൊണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലം എക്സാമിന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലം ആണ്, നോക്കിക്കോളൂ. എ സാറ്റേൺ ഇയർ ഈസ് 29.5 ടൈംസ് ദ എർത്ത് ഇയർ. ഭൂമിയിലുള്ള ഒരു കൊല്ലത്തിൻ്റെ 29.5 ടൈംസ് ആണ് സാറ്റേണിലെ ഒരു ഇയർ എന്ന് പറയുന്നത്. ഒരു ഇയർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം, പ്ലാനറ്റുകൾ സണ്ണിനെ ചുറ്റിക്കറങ്ങാൻ എടുക്കുന്ന സമയമാണ്. ഒരു തവണ ചുറ്റിക്കറങ്ങാൻ എടുക്കുന്ന സമയമാണ് ഒരു ഇയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എർത്തിൽ ഒരു ഇയർ 365 ദിവസം നിങ്ങൾക്കറിയാം. അതിൻ്റെ 29.5 ടൈംസ് ആണ് സാറ്റേൺ ഇയർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഫാർ ഈസ് ദി സാറ്റേൺ ഫ്രം ദി സൺ? സണ്ണിൽ നിന്ന് സാറ്റേൺ എത്ര അകലത്തിലാണ്? ഇഫ് എർത്ത് സണ്ണിൽ നിന്ന് എത്ര അകലെയാണ്? 1.5 into 10⁻⁹ എന്നാണിത്. 109 എന്നല്ല, 10⁻⁹ കിലോമീറ്റർ എവേ ഫ്രം ദി സൺ. എർത്ത് സണ്ണിൽ നിന്ന് 1.5 into 10⁻⁹ കിലോമീറ്റർ അകലെയാണെങ്കിൽ സാറ്റേണിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? ഓക്കെ, ഇവിടെ നമ്മൾ ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് എന്നാണല്ലോ. അങ്ങനെയെങ്കിൽ ഇത് എർത്തിന്റെ കേസ് ആണെങ്കിൽ ടി ഇ സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞ് എ എന്ന് പറഞ്ഞാൽ സെമി മേജർ ആക്സിസ് ആണ്. സെമി മേജർ ആക്സിസ് ആണ് സത്യത്തിൽ ഇവിടെ സണ്ണിൽ നിന്ന് ആ പ്ലാനറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആയി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കതിനെ എ ഇ ക്യൂബ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇനി ആർ എന്ന രീതിയിലും എഴുതാം. ഡിസ്റ്റൻസിനെ എ എന്നോ ആർ എന്നോ. ഇനി സാറ്റേണിന്റെ കേസ് ആണെങ്കിൽ ടി എസ് സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു എ എസ് ക്യൂബ് എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ രണ്ടിൻ്റെയും റേഷ്യോ ടി ഇ ബൈ ടി എസ് ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഇ ബൈ എ എസ് ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ എഴുതി നമുക്ക് ആ പ്രോബ്ലം ചെയ്യാം. ഇതിൽ ടി ഇ ബൈ ടി എസ് എന്ന് പറയുമ്പോൾ എർത്തിന്റെ ടൈം പീരീഡ്, സാറ്റേണിന്റെ ടൈം പീരീഡ്. അതിൽ ഈ സാറ്റേൺ ടൈം പീരീഡ് ആണ് ഇയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാറ്റേണിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എർത്തിന്റെ 29.5 ടൈംസ് ആണെന്ന് കൊടുക്കാം. എന്നിട്ട് അതേപോലെ എ ഇ എന്നുള്ളിടത്ത് നമുക്ക് 1.5 into 10⁻⁹ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൽ നിന്ന് എ എസ് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ എന്നതിന് പകരം ആർ എന്ന ലെറ്റർ കൊടുത്തിരിക്കുകയാണ്. ടി എസ് ബൈ ടി ഇ, അതേപോലെ ആർ എസ് ബൈ ആർ ഇ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സാറ്റേണിന്റെ ടൈം പീരീഡ് ആണ് ന്യൂമറേറ്ററിൽ കൊടുത്തത്, അത് വിരോധമല്ല. അങ്ങനെയെങ്കിൽ സാറ്റേണിന്റെ ടൈം പീരീഡും അതേപോലെ എർത്തിന്റെ ടൈം പീരീഡും കൂടി ഒരുമിച്ച് ബ്രാക്കറ്റിൽ എടുത്താൽ ഒന്നിച്ച് നമുക്ക് സ്ക്വയർ ചെയ്യാലോ. അങ്ങനെയെങ്കിൽ സാറ്റേണിന്റെ ടൈം പീരീഡ് 29.5 എന്നെടുത്തിരിക്കുന്നു. എർത്തിൻ്റെത് 1 ആണെങ്കിൽ സാറ്റേൺ ഇയർ 29.5. ഇനി സാറ്റേണിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എ എസ് അല്ലെങ്കിൽ ആർ എസ്. ക്യൂബ് ഡിവൈഡഡ് ബൈ ആർ ഇ 1.5 into 10⁻⁹ ഹോൾ ക്യൂബ്. അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് ഇതിന്റെ ക്യൂബ് റൂട്ടൊക്കെ എടുക്കേണ്ടി വരും. ക്യൂബ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ സാറ്റേണിലേക്കുള്ള ഡിസ്റ്റൻസ് 1.432 into 10⁻13 മീറ്റർ എന്ന് കിട്ടുന്നു. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം, എന്നിട്ട് കറക്റ്റ് ആൻസർ കിട്ടുന്നില്ലേ എന്നുള്ളത് നോക്കണം. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ഉള്ളത്, ഓഫ് വിച്ച് കൺസർവേഷൻ ലോ ഈസ് ദി കെപ്ലർ സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ എ കോൺസിക്വൻസ്? കെപ്ലറിന്റെ രണ്ടാം നിയമം ഏത് ലോ ഓഫ് കൺസർവേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ്. ഓക്കെ, ദെൻ ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The value if acceleration due to gravity is maximum on the surface of Earth. The value if എന്നല്ല, the acceleration due to gravity is maximum on the surface of Earth. Earthന്റെ സർഫസിലാണ് acceleration due to gravity value maximum. Write the relation between acceleration due to gravity and gravitational constant. Acceleration due to gravityയും gravitational constantും തമ്മിലുള്ള റിലേഷൻ എഴുതാൻ പറഞ്ഞാൽ എർത്തിന്റെ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ എഴുതിയാൽ മതി. സ്മോൾ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഇൻറ്റു ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ആൻ ഇക്വേഷൻ ഫോർ ദി വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഡെറിവേഷനുകളിൽപ്പെട്ട ഒന്നാണ് വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ഹൈറ്റ് ഡ്യൂ ടു ഡെപ്ത്. ആ ഹൈറ്റിനനുസരിച്ചുള്ള വേരിയേഷൻ കാണിക്കുന്ന ആ ഫോർമുല നിങ്ങൾക്കറിയാം. ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - 2h/r എന്നത് ഡിറൈവ് ചെയ്യാനാണ്. ഓക്കെ, ഡെറിവേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്, നമുക്കതിലേക്ക് നോക്കാം. അതിനു മുമ്പ് സി ക്വസ്റ്റ്യൻ നോക്കാം.
Draw a graph showing variation of g with the depth and height from the surface of earth. Assume that the density of earth is constant. Okay, എർത്തിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫ് വരക്കാനാണ്. വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഹൈറ്റ്, ഡെപ്ത്, ഡെറിവേഷൻ നിർബന്ധമായി നോക്കിയിരിക്കണം. ആ വേരിയേഷൻ ഓഫ് ജി കാണിക്കുന്ന ഗ്രാഫ് വരക്കാനുമാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. സോ ഒന്നാമതായി സ്മോൾ ലെറ്റർ ജിയും ക്യാപിറ്റൽ ജിയും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഡെറിവേഷൻ്റെ സ്റ്റെപ്സ് ആണ്, അത് നോക്കി പഠിക്കണം. അതോടൊപ്പം ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഗ്രാഫ് വരക്കാനാണ്. ഗ്രാഫ് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കണം. അതായത് ഗ്രാഫ് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് എർത്ത് എന്ന് കൺസിഡർ ചെയ്യുക. എർത്തിന്റെ സെന്റർ ആണിത്. ഞാൻ എർത്തിന്റെ സെന്റർ ഒറിജിൻ ആക്കിക്കൊണ്ട് എക്സ് ആക്സിസും വൈ ആക്സിസും ഇങ്ങനെ വരച്ചു എന്ന് കരുതുക. ഓക്കെ, അപ്പൊ ഇത് എർത്തിന്റെ ഇത് ഇൻസൈഡ് എന്ന് പറയും. ഈ പോർഷൻ ഇൻസൈഡ് ആണെങ്കിൽ ഇത് ഔട്ട് സൈഡ് ആണ്. ഇനി നോക്ക്, ഇൻ സെൻട്രൽ എർത്തിന്റെ സെൻട്രൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 0 ആണ്. എർത്തിന്റെ സർഫസിലാകട്ടെ, ഇതാണ് സർഫസ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.8 ആണ്. ഇതിപ്പോൾ 9.8 ആണ് എന്ന് കരുത്. ഓക്കെ, അപ്പോൾ സർഫസിൽ നിന്ന് സെന്ററിലേക്ക് വരും തോറും ജീൻ്റെ വാല്യൂ കുറഞ്ഞു വരും. ഇതാണ് സർഫസ്. ഓക്കെ, ഇതാണ് എർത്തിന്റെ സർഫസ് എന്ന് പറയുന്നത്. സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകും തോറും ജീൻ്റെ വാല്യൂ കുറഞ്ഞു വരികയാണ്. അത് കർവ് ആയിട്ടാണ് വരക്കേണ്ടത്. എന്നാൽ സർഫസിൽ നിന്ന് എർത്തിന്റെ ഉള്ളിലേക്ക് വരും തോറും ജീൻ്റെ വാല്യൂ കുറഞ്ഞു വരും. പക്ഷെ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരക്കേണ്ടത്. ഓക്കെ, ഈ എർത്ത് ഞാൻ വരച്ച് കാണിച്ചത് ആ ഗ്രാഫിലെ ഒറിജിൻ എടുക്കുന്ന പൊസിഷൻ ഏതാണെന്നൊക്കെ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ എർത്ത് വരക്കണം എന്നില്ല. ഇത് ഇൻസൈഡ് ആകുമ്പോൾ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ, ഔട്ട് സൈഡ് ആകുമ്പോൾ ഇതേപോലെ ഹൈപ്പർബോളിക് ആയിട്ട് വരക്കണം, കർവ്ഡ് ആയിട്ട് കാണിക്കണം. ഓക്കെ, ദെൻ ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The acceleration due to gravity g on the surface of earth is 9.8. At what height the value of g will be half that on the surface of earth? എർത്തിന്റെ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ പകുതി വാല്യൂ വരിക ഏത് ഹൈറ്റിലേക്ക് എത്തുമ്പോഴാണ് എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഹൈറ്റിനനുസരിച്ചുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻ്റെ ഫോർമുല പഠിക്കുമ്പോൾ ചെറിയ ഹൈറ്റ് എർത്തിന്റെ റേഡിയസുമായി കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഹൈറ്റ് ആണെങ്കിലുള്ള ഫോർമുല വേറെയാണ്. വലിയ ഹൈറ്റ് ആകുമ്പോൾ ഫോർമുല നമ്മൾ വേറെ ഉപയോഗിക്കണം. ഇവിടെ എർത്തിന്റെ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ പകുതി വാല്യൂ എത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് അനേകം കിലോമീറ്ററുകൾ മുകളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് സംഭവിക്കുക. അപ്പോൾ വലിയ ഹൈറ്റ് ആണെങ്കിൽ ഓക്കെ, നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല നിങ്ങൾ ഡിറൈവ് ചെയ്ത സമയത്ത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും. ആ ഫോർമുല എന്ന് പറയുന്നത് ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു, ശ്രദ്ധിക്കണേ, ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ എന്നാണ്. അതല്ലെങ്കിൽ ജി ഡാഷ് ബൈ ജി ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഏത് രീതിയിലും എടുക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ജി ഡാഷ് എന്ന് പറയുന്നത് ജിയുടെ പകുതി, സർഫസിലുള്ളതാണല്ലോ ജി, അതിൻ്റെ പകുതി ആവുന്നത് എപ്പോഴാണ് എന്നാ ചോദ്യം. അപ്പോൾ ഇവിടെ ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെ എഴുതി നമുക്ക് ജി കട്ട് ചെയ്ത് കളയാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എച്ചിൻ്റെ വാല്യൂ എത്ര കിട്ടുന്നു എന്ന് കണ്ടെത്താം. ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അവനെ എച്ചിൻ്റെ വാല്യൂ നമുക്ക് √2 - 1 ഇൻറ്റു ആർ എന്ന് കിട്ടും. ഇവിടെ ആർ ഇ എന്ന് കൊടുത്തിട്ടുള്ളത് എർത്തിൻ്റെ റേഡിയസ് എന്ന അർത്ഥത്തിലാണ്. √2 - 1 എന്ന് പറയുമ്പോൾ 1.414 ആണ് √2ൻ്റെ വാല്യൂ. -1 ഇൻറ്റു ആർ എന്നാണ് 1.0. ഇതിൻ്റെ ആൻസർ 0.414 എന്ന് കിട്ടും. ഇൻറ്റു റേഡിയസ്, എർത്തിൻ്റെ റേഡിയസ് ആർ തന്നെ എഴുതിയാൽ മതി, അതല്ലെങ്കിൽ 6400 കിലോമീറ്റർ, ആ രീതിയിലൊക്കെ എഴുതി നമുക്ക് ഫൈനൽ ആൻസർ കണ്ടെത്താവുന്നതാണ്. Okay, go to the next question. The value of acceleration due to gravity decreases with the depth. Derive an expression for acceleration due to gravity at a depth d below the surface of earth. നേരത്തെ പറഞ്ഞു ഹൈറ്റിനനുസരിച്ചുള്ള ജിയുടെ വേരിയേഷൻ കാണിക്കുന്ന ഡെറിവേഷൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഡെപ്തിനനുസരിച്ചുള്ള വേരിയേഷൻ, അതിൻ്റെ ഡെറിവേഷൻ എഴുതി പഠിക്കണം. ഡെറിവേഷൻ്റെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം, എന്നിട്ട് ഡെറിവേഷൻ്റെ സ്റ്റെപ്സ് നോക്കാം. വാട്ട് ഈസ് ദി വെയിറ്റ് ഓഫ് എ ബോഡി അറ്റ് ദി സെൻറ്റർ ഓഫ് എർത്ത്? എർത്തിന്റെ സെന്ററിലുള്ള ഒരു ബോഡിയുടെ വെയിറ്റ് എത്ര? നിങ്ങൾക്കറിയാം എർത്തിന്റെ സെന്ററിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 0. വെയിറ്റ് ഇസ് ഈക്വൽ ടു mg. ഓക്കെ, വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ്. ജിയുടെ വാല്യൂ എർത്തിന്റെ സെന്ററിൽ 0 ആണ്. സോ അങ്ങനെ വരുമ്പോൾ വെയിറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഡെപ്തിന്റെ ഡെറിവേഷന്റെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. എർത്തിന്റെ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഡി ഡെപ്തിലുള്ള ഒരു പോർഷൻ ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്.
അതിനുശേഷം എർത്തിൻ്റെ സർഫസിലുള്ള ജിൻ്റെ വാല്യൂ എഴുതിയിട്ടുണ്ട്, അതിനെ ഡെൻസിറ്റിയുടെ ടേംസിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അവസാനം നമുക്ക് ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - d/r എന്ന റിലേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഡെറിവേഷൻ വൃത്തിയായി പഠിക്കണം, പ്രധാനപ്പെട്ട ഡെറിവേഷനാണ്. എർത്തിൻ്റെ എർത്തിൻ്റെ സെൻറ്ററിൽ ജിയുടെ വാല്യൂ 0 ആകുന്നത് കാണിച്ചിട്ടുണ്ട്. ജിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ വെയ്റ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. Then go to the next question. Escape velocity from Earth for a body of mass m is 11 km per second. If the body is projected at an angle 45 degree with the velocity, with the vertical, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ക്വസ്റ്റ്യനിൽ. If the body is projected at an angle of 45 degree with the vertical എന്നാണ്, then the escape velocity will be എന്ന് വായിക്കണം. 45 ഡിഗ്രിയിലാണ് ബോഡിയെ പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിക്ക് എന്ത് ചേഞ്ച് ആണ് വരിക? ഒന്നുമില്ല. എസ്കേപ്പ് വെലോസിറ്റി ബോഡി പ്രൊജക്ട് ചെയ്യുന്ന ഡയറക്ഷനെ, ബോഡിയുടെ മാസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഫോർമുല നിങ്ങൾക്കറിയാം. Escape velocity from a planet or satellite is independent of mass of the body projected and the direction of projection. So 45 ഡിഗ്രി അല്ല, ഏത് ആംഗിളിൽ പ്രൊജക്ട് ചെയ്താലും ആ എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ നേരത്തെ 11 km/s എന്ന് പറഞ്ഞു, അതങ്ങനെ തന്നെ ആയിരിക്കും. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഫ്രം ദി സർഫസ് ഓഫ് എർത്ത്. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഡെറിവേഷൻ നിർബന്ധമായി നോക്കി പഠിക്കണം. വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ഹൈറ്റ് ഡെപ്ത് പോലെ പ്രധാനപ്പെട്ടതാണ് എസ്കേപ്പ് വെലോസിറ്റിയുടെയും ഓർബിറ്റൽ വെലോസിറ്റിയുടെയും ഡെറിവേഷൻ. ഡെറിവേഷൻ്റെ സ്റ്റെപ്സിലേക്ക് വരാം. ദ മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ. വൈ? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ട് ചന്ദ്രനിൽ അന്തരീക്ഷമില്ല? അറ്റ്മോസ്ഫിയർ എന്നതൊരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഗ്യാസ് മോളിക്യൂൾസ് ആർ ആൾവേസ് ഇൻ റാൻഡം മോഷൻ എന്നുള്ളതും നമ്മൾ കൈനറ്റിക് തിയറിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ റാൻഡം മോഷൻ നടത്തുന്ന ഗ്യാസ് മോളിക്യൂളുകളുടെ RMS വെലോസിറ്റി എന്ന് പറയുന്നത് മൂണിലുള്ള എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കൂടുതലാണ്. മൂണിലുള്ള എസ്കേപ്പ് വെലോസിറ്റി 2.38 വളരെ കുറഞ്ഞ വെലോസിറ്റിയാണ്. ആ 2.38 km/s ആണ് മൂണിലെ എസ്കേപ്പ് വെലോസിറ്റി. പക്ഷേ ഗ്യാസ് മോളിക്യൂളുകളുടെ RMS വെലോസിറ്റി എന്ന് പറയുന്നത്, റാൻഡം മോഷന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കൂടുതലായതുകൊണ്ട് ദേ വിൽ എസ്കേപ്പ് ഫ്രം ദി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് മൂൺ. ദിസ് ഈസ് ദ റീസൺ ഫോർ ആബ്സെൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ ഇൻ മൂൺ. ഓക്കെ, സോ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡെറിവേഷന്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കി പഠിക്കാവുന്നതാണ്. എർത്തിന്റെ സർഫസിൽ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റിയിലേക്ക് എത്തുമ്പോൾ എസ്കേപ്പ് വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്താൽ അത് ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ ടോട്ടൽ എനർജി 0 ആയിരിക്കും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് എസ്കേപ്പ് വെലോസിറ്റിയുടെ ഫോർമുല ഡിറൈവ് ചെയ്തു. √2 gm/r ഓർ √2 g × r. ഓക്കെ, ദെൻ മൂണിലെ അറ്റ്മോസ്ഫിയറിന്റെ ആബ്സെൻസിന്റെ വിശദീകരണമാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. 2.5 km/s ഒക്കെയാണ് ഏകദേശം മൂണിലെ എസ്കേപ്പ് വെലോസിറ്റി. 2.38 or 2.5. ഓക്കെ, ഗ്യാസ് മോളിക്യൂളുകളുടെ റാൻഡം മോഷനിലെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതിനേക്കാൾ വലുതായതുകൊണ്ട് ദേ വിൽ എസ്കേപ്പ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Assuming satellite orbits around a planet to be circular, obtain the expression for orbital velocity and time period. Okay, time period of revolution of satellite around a planet, അതേപോലെ ഓർബിറ്റൽ വെലോസിറ്റി, ഇതിനൊക്കെ ഡെറിവേഷൻ നിർബന്ധമായും പഠിക്കണം. സിമ്പിൾ ഡെറിവേഷൻസ് ആണ് ഈ ചാപ്റ്റർ. ഡെറിവേഷന് വളരെ ഇമ്പോർട്ടൻസ് കൂടിയ ചാപ്റ്റർ കൂടിയാണ് ഇത്. ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഡെറിവേഷൻ, സെൻട്രിപെറ്റൽ ഫോഴ്സായി ആക്ട് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇതിൽ നിന്ന് സ്മോൾ ലെറ്റർ m കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഫോർമുല 2 വരിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റിന്റെ ഡെറിവേഷൻ ഇത് കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിയർ സാറ്റലൈറ്റ് ആകുമ്പോഴുള്ള ഓർബിറ്റൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷനാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ, ടൈം ടേക്കൺ ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 റെവല്യൂഷൻ ഡിവൈഡഡ് ബൈ ഓർബിറ്റൽ വെലോസിറ്റി എന്ന രീതിയിൽ അവിടെ ഒരു തവണ കംപ്ലീറ്റ് ആയി കറങ്ങുമ്പോഴുള്ള ഡിസ്റ്റൻസ് ട്രാവൽഡ് 2πr ആണ്. അതേപോലെ ഓർബിറ്റൽ വെലോസിറ്റിയെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ടൈം പീരീഡിന്റെ ഫോർമുല ഡിറൈവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെറിവേഷൻ നിർബന്ധമായും പഠിക്കണം. ടൈം പീരീഡ് ഓഫ് റെവല്യൂഷനും ഓർബിറ്റൽ വെലോസിറ്റി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എസ്കേപ്പ് സ്പീഡ് ഫ്രം ദി സർഫസ് ഓഫ് എർത്ത് ഈസ് ഗിവൺ ബൈ. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ അവിടെ √2 gm ഡിവൈഡഡ് ബൈ r എന്ന് കണ്ടു, എർത്തിന്റെ സർഫസിൽ നിന്നാണെങ്കിൽ. ഓക്കെ, ഇതിന് പകരം നമുക്ക് എങ്ങനെയും മാറ്റി എഴുതാം. ഇതിനെ √2 × gm/r² × r എന്ന് എഴുതാലോ. ഓക്കെ, ഇവിടെ gm/r² എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ നമുക്ക് എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ √2 gr എന്ന് കൊടുക്കുക. √2 gr, re എന്ന് പറയുന്ന ഈ r-ന് താഴെ സഫിക്സ് ആയിട്ട് എഴുതേണ്ടതാണ്. സോ ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ദെൻ ബി ക്വസ്റ്റ്യൻ.
An artificial satellite circulating the Earth is at a height of 3,400 kilometers from the surface of Earth. If the radius of the Earth is 6,400 kilometers and g is equal to 9.8 meter per second, calculate the orbital velocity of satellite. Orbital velocity കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓർബിറ്റൽ വെലോസിറ്റി കാണാനുള്ള ഫോർമുല നമുക്കറിയാം. ഓർബിറ്റൽ വെലോസിറ്റി റൂട്ട് ജി ആർ സ്ക്വയർ. ആർ എന്ന് പറയുമ്പോൾ ആർ ഇ എർത്തിന്റെ റേഡിയസ് ആണ്, ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച്, ആർ ഇ പ്ലസ് എച്ച് എന്നാണ്. ഇവിടെ ജി ആർ സ്ക്വയർ എന്നുള്ള ആ ഒരു ടേം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്യുമ്പോൾ റൂട്ട് ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് എന്നാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഇവിടെ ഈ ജി എം എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് മാസ് ഓഫ് എർത്തുമാണ്. ഇതിന് പകരമാണ് നമ്മൾ ജി ആർ സ്ക്വയർ എന്ന് എഴുതുന്നത്. പല പ്രോബ്ലങ്ങളിലും നമുക്കിത് ആവശ്യമായിട്ട് വരും. ക്യാപിറ്റൽ ജി ഇൻറ്റു ക്യാപിറ്റൽ എമ്മിന് പകരം സ്മോൾ ജി ഇൻറ്റു ആർ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 എന്ന് കൊടുക്കുക. എർത്തിന്റെ റേഡിയസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കിലോമീറ്ററിനെ മീറ്റർ ആക്കാതിരിക്കുകയാണ്, 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. വീണ്ടും 6,400 10⁻³ ഹൈറ്റ് എന്ന് പറയുന്നത് സാറ്റലൈറ്റിലേക്ക് പ്ലാനറ്റ് എന്നുള്ള ഹൈറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 3,400 കിലോമീറ്റർ എന്ന്. അങ്ങനെ ചെയ്യുമ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി 6,400 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഈ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഏരിയ എന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിർബന്ധമായും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ ഒരിക്കൽ കൂടി പറയാം. ഒന്ന്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ സ്റ്റേറ്റ്മെന്റ് മാത്തമാറ്റിക്കൽ ഫോം, അതേപോലെ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ഡയമെൻഷണൽ ഫോർമുല, ഇതെല്ലാം ഒന്ന് നോക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻ ഡ്യൂ ടു ഹൈറ്റ് ഡെപ്ത്, അത് വെച്ചുള്ള പ്രോബ്ലം. പിന്നെ അതേപോലെ എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, ഡെറിവേഷനും ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കി പോകണം. അതേപോലെ തന്നെ കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ, 3 ലോകളുടെ സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് ലോയുടെ പ്രൂഫ് പഠിച്ചിട്ടുണ്ട്, അതേപോലെ തേർഡ് ലോ വെച്ചിട്ടുള്ള പ്രോബ്ലം. ഈ ഏരിയകളെല്ലാം ഒന്ന് നിർബന്ധമായും നോക്കിയിട്ട് പോകണം. വൃത്തിയായിട്ട് എല്ലാ ഡെറിവേഷൻസും എഴുതി പഠിക്കുകയും വേണം. ഓക്കെ, താങ്ക് യു.